സംസ്ഥാനത്ത് ഇന്ന് ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യത. അതേസമയം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് വൻ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. രാത്രി 11:30 വരെ 0.5 മുതൽ 1.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, എന്തൊക്കെയാണ് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? വേണു, 2 പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും നൽകുന്നുണ്ട്. അതിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് സംസ്ഥാനത്ത് ഈ ചൂട് കൂടി തന്നെ തുടരും അടുത്ത ദിവസങ്ങളിലും എന്നുള്ളതാണ്. 8 ജില്ലകളിൽ അനുഭവപ്പെടുന്ന താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇന്നെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പാലക്കാടാണ് ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രവചനമുള്ളത്. കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ കർശനമായ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്. മറ്റൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേരള തീരത്ത് താമസിക്കുന്നവർക്കാണ്. കേരള തീരത്തും ഒപ്പം തെക്കൻ തമിഴ്നാട് തീരത്തും 0.5 മുതൽ 1.3 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഒപ്പം കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട് തീരമേഖലയിൽ. അതിനാൽ ആ മേഖലയിലുള്ളവർ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഒപ്പം മത്സ്യബന്ധന യാനങ്ങളുടെയും ഉപകരണങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തണം. മാത്രമല്ല ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ശരി, സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അലക്സറ മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.